എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 1.3 സൊല്യൂഷൻസ് നോക്കിയിരുന്നു അല്ലേ? ഇനി നമുക്ക് എക്സസൈസ് 1.4 റാഷണൽ നമ്പർ ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന ടോപ്പിക്ക് നോക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. CBSEയും കേരള സിലബസും എടുക്കുന്നത് കൊണ്ട് പ്ലേലിസ്റ്റിൽ പോയാൽ CBSE മാത്രമായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റാഷണൽ നമ്പർ ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ. റാഷണൽ നമ്പർ എന്താണെന്നും അതിൻ്റെ ഡെസിമൽ പോയിന്റ്സ് റിപ്പീറ്റിംഗ് ടെർമിനേറ്റിംഗ് എങ്ങനെ വരുമെന്നും നമ്മൾ എക്സസൈസ് 1.3യിൽ കണ്ടിരുന്നു അല്ലേ? എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. നോക്കിക്കേ, നമ്മുടെ റിയൽ നമ്പേഴ്സിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. വിത്ത് ഡെസിമൽസും വിത്തൗട്ട് ഡെസിമൽസ് എന്നും. ഓക്കെ, വിത്തൗട്ട് ഡെസിമൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെസിമൽ പോയിന്റ് വരുന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻറ്റീജേഴ്സ് അല്ലേ? ഇൻറ്റീജേഴ്സ് ഓക്കെ, 0, 1, 2, ഇവിടെ -1, -2 എക്സെട്ര. ഇൻറ്റീജേഴ്സ് എല്ലാം എന്താണ് ഡെസിമൽ പോയിന്റ് അതിനകത്ത് വരുന്നില്ല. ഓക്കെ, പക്ഷെ വിത്ത് ഡെസിമൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണിത്. എന്താണ് വിത്ത് ഡെസിമൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു നമ്പറിനെ 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ എത്ര കിട്ടും? 12.5 അല്ലേ? റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ഇവിടം കൊണ്ട് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ എന്താണ്, ഒരു ഡെസിമൽ വാല്യൂ ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ വിത്ത് ഡെസിമൽ എന്നുള്ള റിയൽ നമ്പേഴ്സിനെ നമുക്ക് 3ആയിട്ട് എഗെയിൻ ഡിവൈഡ് ചെയ്തു. ഒന്ന്, ഇവിടെ പോയിന്റ് ഡെസിമൽ പോയിന്റ് വന്നതിന് ശേഷം ഒരു വാല്യൂ കൂടെ കിട്ടി, അവിടെ സ്റ്റോപ്പായി അല്ലേ? നമുക്ക് റിമൈൻഡർ 0 കിട്ടി, ഡിവിഷൻ പ്രോസസ്സ് സ്റ്റോപ്പായി. അപ്പോൾ ഇവിടെ ടെർമിനേറ്റ് ചെയ്തില്ലേ, ഒരു എൻഡിങ് വന്നില്ലേ? അപ്പോൾ നമുക്ക് വിത്ത് ഡെസിമൽ റിയൽ നമ്പേഴ്സിനെ എങ്ങനെ ഇത് ചെയ്യാം? ടെർമിനേറ്റിംഗ് പോയിന്റ് കിട്ടി അല്ലേ? ഒരു ടെർമിനേറ്റിംഗ് പോയിന്റ് കിട്ടി. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് തന്നെ നോക്കാം. 12.5. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. 20 divided by 3. നോക്കിക്കേ, 6, 18, 2. ഡിവിഷൻ ഇനി നടക്കില്ല. കാരണം എന്താ, ഇതിനേക്കാളും ലെസ് ആയിട്ടുള്ള നമ്പർ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു ഡെസിമൽ പോയിന്റ് കൊടുത്തു 0. പിന്നെയും എന്താണ് 6, 18, 2, 6, 18 അല്ലേ? ഇങ്ങനെ 6, 6 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഒരു ഡെസിമൽ പോയിന്റ് കിട്ടി അല്ലെ? വിത്ത് ഡെസിമൽ ആണ്. അപ്പോൾ ഇത് എന്താണ്, നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. എന്ത് വരും? ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ 6, 6 എന്നും പറഞ്ഞിട്ട് പോകുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇത്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 6.6 അല്ലേ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോന്നെ. അപ്പൊ ആ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യയുടെ മേളിൽ ബാർ ഇങ്ങനെ ഇട്ട് അതിന്റെ അർത്ഥം 6 ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ 2.35 ഇങ്ങനെ 3ന്റെയും 5ന്റെയും കൂടെ മേളിൽ ബാർ ഇടുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 2.35 35 35 35 ഇങ്ങനെ, അതായത് 35 ആണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ 6.666 അല്ലേ? ഈ കേസിൽ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇത് ടെർമിനേറ്റ് ചെയ്യുന്നോ? ഇല്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുള്ള നമ്പർ ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് √2ന്റെ വാല്യൂ എത്രയാണ്? 1.414
എന്തുവാ 21, 35, 62 അങ്ങനെയാണ് നമ്പർ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക നമ്പർ, ഇതിന്റെ വാല്യൂ √2ന്റെ വാല്യൂ. അപ്പോൾ ഇത് എൻഡിങ് ഉണ്ടോ, ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ നമ്പേഴ്സ്? ഇല്ല അല്ലേ? അപ്പൊ മൂന്നാമത്തെ ഡിവിഷൻ എന്ത് വരും? നോൺ ടെർമിനേറ്റിംഗ്. ഇവിടെ ടെർമിനേറ്റും ചെയ്യുന്നില്ല, റിപ്പീറ്റും ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്. ഓക്കെ, നോൺ റിപ്പീറ്റിംഗ്. ഓക്കെ, അപ്പൊ 3 ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ ഇത് നമുക്ക് എന്ത് ചെയ്തപ്പോഴാണ് കിട്ടിയത്? 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അതായത് 25 ഡിവൈഡഡ് ബൈ 2. ഇതോ 20/3. പക്ഷെ ഇതൊരു റാഷണൽ നമ്പർ ആയിട്ടാണോ വന്നത്? √2, √3, √7, പൈ ഇതൊക്കെ നമുക്കൊരു ഇതുപോലെ ന്യൂമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇതിനെ P/Q ഫോം, P/Q ഫോം എന്ന് പറയുമ്പോൾ പിയും ക്യൂവും ഇൻ ഇൻഡിജർ അല്ലേ? അപ്പോൾ ഇങ്ങനെ P/Q ഫോമിൽ ഈ 2 എണ്ണം അല്ലേ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ അല്ലേ? അതായത് 2 ഇൻഡിജേഴ്സിന്റെ ഡിവിഷൻ ആയിട്ട് എഴുതാൻ പറ്റി. ഏതൊക്കെയാണ്? ടെർമിനേറ്റിംഗും ഇവിടെ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല അല്ലെ? P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഈ 2 നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ് അല്ലെ? റാഷണൽ നമ്പേഴ്സ് അപ്പൊ എങ്ങനെയൊക്കെ വരാം? 2 രീതിയിൽ വരാം. ഒന്ന് എന്താണ്? ടെർമിനേറ്റ് ചെയ്യുന്ന വാല്യൂ ആയിട്ട് വരാം അല്ലെ? ഡിവിഷൻ ചെയ്യുമ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്ന വാല്യൂ വരാം. രണ്ടാമത് എങ്ങനെ വരാം? ഡിവിഷൻ ചെയ്യുമ്പോൾ നോൺ ടെർമിനേറ്റിംഗ്, ടെർമിനേറ്റ് ചെയ്യുന്നില്ല, അതിനൊരു എൻഡിങ് ഇല്ല, പക്ഷേ അത് വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ P/Q ഫോമിൽ എഴുതാത്തതാണ് ഇറാഷണൽ നമ്പേഴ്സ്. നമ്മൾ എക്സസൈസ് 1.3ൽ കണ്ടിരുന്നു. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഓക്കെ, ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ, ഇവിടുത്തെ ഡെസിമൽ വാല്യൂസ് എങ്ങനെ കിട്ടി? ഒന്ന് ടെർമിനേറ്റ് ചെയ്യുന്നതും കിട്ടി, രണ്ടാമത് നോൺ ടെർമിനേറ്റിംഗുമാണ് റിപ്പീറ്റിംഗുമാണ് അല്ലേ? അപ്പോൾ റാഷണൽ നമ്പറിന്റെ ഡെസിമൽ വാല്യൂ, ഡെസിമൽ എക്സ്പാൻഷൻ നമുക്ക് എങ്ങനെ 2 രീതിയിലാണ് ഇത് കിട്ടുന്നത് അല്ലെ? ഓക്കെ, 2 രീതിയിലാണ് കിട്ടുന്നത്. ഒന്ന് എന്താണ്? ടെർമിനേറ്റിംഗ്. രണ്ടാമതോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഓക്കെ, ഇനി ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെ വരും? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 3/5. ഈ റാഷണൽ നമ്പർ, ഇതിന്റെ ആൻസർ ടെർമിനേറ്റ് ചെയ്യുന്ന ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണോ അതോ ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണോ നോക്കാം നമുക്ക്. 3/5. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ആൻസർ 0.6 എന്ന് കിട്ടി അല്ലെ? ഇതൊരു ഡെസിമൽ വാല്യൂ ആണ് കിട്ടിയത്, പക്ഷെ അതെന്താണ്? ഇവിടെ റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ഇവിടെ 6 കൊണ്ട് സ്റ്റോപ്പ് ആയി അല്ലെ? അവിടെ കൊണ്ട് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ഈ 3/5 എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് പോയിന്റ് വാല്യൂ ആണോ കിട്ടിയത് അതോ ഈ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണോ കിട്ടിയത്? ഏതാണ്? ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയി അല്ലെ? അപ്പോൾ ഇത് ഏതാണ്? ടെർമിനേറ്റിംഗ് വാല്യൂ ആണ് ഈ റാഷണൽ നമ്പർ അല്ലെ? പക്ഷെ നമ്മൾ ഇത് എങ്ങനെയാ കണ്ടുപിടിച്ചത്? നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാണ് ഇത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു തിയറം പറഞ്ഞിട്ടുണ്ട്. ആ തിയറം പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു റാഷണൽ നമ്പർ തന്നാൽ അല്ലെ, ഒരു റാഷണൽ നമ്പർ തരികയാണെങ്കിൽ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാതെ നമുക്ക് പറയാൻ പറ്റും ആ തന്നിരിക്കുന്ന റാഷണൽ നമ്പർ ഒരു ടെർമിനേറ്റിംഗ് വാല്യൂ ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണോ എന്നത്. ഓക്കെ, അപ്പോൾ ആ തിയറം എന്താണെന്ന് നോക്കാം.
തിയറം പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, തിയറം പറയുന്നത് ഇങ്ങനെയാണ്. ഒരു റാഷണൽ നമ്പർ p/q എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ, ഇതിപ്പോ ഒരു റാഷണൽ നമ്പർ അല്ലെ. ഈ റാഷണൽ നമ്പറിൽ q ഡിനോമിനേറ്റർ 0 ആകരുത്. ഓക്കെ, റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വരും എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ടെർമിനേറ്റ് ചെയ്യുന്നതും വരും, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് വരും. ഓക്കെ, ഇപ്പൊ റാഷണൽ, ഇത് തിയറമാണേ. ഇനി p/q എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് വരുന്നത് എപ്പോഴാണ്? ടെർമിനേറ്റിംഗ് വരുന്നത് ഇതിന്റെ q, അതായത് ഈ ഡിനോമിനേറ്റർ ഇല്ലേ q എന്ന് പറയുന്നത്, qന്റെ വാല്യൂ നമുക്ക് 2n 5m എന്ന രീതിയിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഈ റാഷണൽ നമ്പർ ക്യൂവിനെ, അതിന്റെ ഡിനോമിനേറ്ററിനെ 2n 5m എന്ന ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇത് എന്നും എമ്മും എന്താണ്? ഹോൾ നമ്പേഴ്സ് ആണ്. വെയർ n ആൻഡ് m ആർ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 2 3 4 എക്സെട്ര. 1 2 3 4 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ കൂടെ 0യും കൂടെ വരുവാണെങ്കിൽ അത് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സാമ്പിളിൽ ഇട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെന്താന്നുള്ളത്. അതായത് 2ഉം 5ന്റെ പെയറായിട്ട് വരണം. 2 മാത്രം വന്നാൽ പോരാ, 2ന്റെ കൂടെ 5ഉം കൂടെ വരണം ഈ ഡിനോമിനേറ്റർ ഭാഗം. ഓക്കെ, അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. തിയറം ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സൈഡ് എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് അല്ലേ. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഒരു റാഷണൽ നമ്പർ തന്നിട്ട് അത് ടെർമിനേറ്റിംഗ് ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി അതിന്റെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2n 5m ഫോമിലാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആണ്. ഇനി ഈ ഫോമിൽ അല്ല എന്നാണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അതായത് q എന്ന് പറയുന്ന ഡിനോമിനേറ്റർ 2n 5m എന്ന ഫോമിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. ഓക്കെ, എന്നും എമ്മും എന്തായിരിക്കും? ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിൾ ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ തിയറം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തിയറം എന്തായിരുന്നു? ഒരു റാഷണൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആണോ അഥവാ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്നറിയാം അല്ലെ. എങ്ങനെ അറിയാം? അതിന്റെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ 2n 5m ഫോമിലാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് അല്ല. ഇനി ഈ ഫോമിൽ അല്ലെങ്കിൽ ഇതിലായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാതെ ഇത് ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഏതാണ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാതെ എങ്ങനെ മനസ്സിലാക്കും? ഈ തിയറം അപ്ലൈ ചെയ്താൽ മതി. നോക്കിക്കേ, 3/8. ഓക്കെ, അപ്പോൾ ഇവിടെ തിയറം പറഞ്ഞ എന്തായിരുന്നു? ഈ തന്നിരിക്കുന്ന റാഷണൽ നമ്പർ ഇതിലേതിൽ വരും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി അല്ലെ. q എന്ന് പറയുന്നത് 2n 5m എന്ന ഫോമിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരണം അല്ലെ. ഇതല്ലേ p/q എന്ന് പറയുമ്പോൾ q ഏതാണ്? ഇത് 8നെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? 2ഉം 5ഉം എന്താണ്? പ്രൈം നമ്പേഴ്സ് അല്ലേ. 2ഉം 5ഉം പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ 2ഉം 5ഉം പ്രൈം എന്ന് പറയുമ്പോൾ 8നെ ആ പ്രൈമിന്റെ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 2 കൊണ്ട് പറ്റുമല്ലോ. ഇതൊരു ഈവൺ നമ്പർ അല്ലേ. ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 എന്ന് പറയുന്ന പ്രൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 അഗെയിൻ 2 കൊണ്ട് 2 അല്ലേ. അപ്പോൾ 8 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈം ഫാക്ടറൈസ് ചെയ്തു.
കാരണം തിയറത്തിൽ 2ഉം 5ഉം ആ തന്നിരിക്കുന്നത്. 2ഉം 5ഉം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഈ ഡിനോമിനേറ്റർ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ 3/8 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 ക്യൂബ് അല്ലെ? 2നെ 3 പ്രാവശ്യം ഗുണിക്കുക അല്ലെ? ഇനി നോക്കിക്കേ, ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ ഇത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന്? ക്യൂ ഏത് ഫോമിലായിരിക്കണം? 2n 5m എന്ന ഫോമിലായിരിക്കണം. അതായത് 2ഉം 5ന്റെ പെയർ വരണം. 2ഉം വരണം 5ഉം വരണം. ഇവിടെ 2 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5നെ കൊണ്ടുവരാമല്ലോ. ഇങ്ങനെ എന്താണ് 5⁻0 എന്ന് എഴുതിക്കൂടെ? ഏതെങ്കിലും ഒരു നമ്പറിനെ ഇപ്പം 15 എഴുതുക. ഏതെങ്കിലും ഒരു നമ്പറിന്റെ പവർ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും അല്ലെ? ഇപ്പോൾ 7⁻0 1, 1000⁻0 1 അല്ലെ? ഏതൊരു ഡിജിറ്റും ആയിക്കോട്ടെ, അതിന്റെ പവർ 0 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2⁻3 എന്ന് പറയുമ്പോൾ അതിനൂടെ 5 എന്ന് പറയുന്നത് അതിന്റെ പേര് വന്നിട്ടുണ്ടോ? ഇല്ല, 2ഉം 5ഉം വന്നിട്ടില്ല. അപ്പൊ 5നെ നമുക്ക് കൊണ്ടുവരാമല്ലോ. എന്താണ്? 5⁻0 എന്ന് കൊടുത്തു. 5⁻0 എന്താണ്? 1 ആണ് അല്ലെ? അപ്പോൾ നോക്കിക്കേ, ഇനി പറഞ്ഞേ, ഇത് ടെർമിനേറ്റിംഗ് ഇതിനകത്ത് വരുമോ അതോ ഈ ക്ലാസിഫിക്കേഷനിൽ വരുമോ? ടെർമിനേറ്റിംഗ് ആണ് അല്ലെ? കാരണം എന്താ? അതിന്റെ ഡിനോമിനേറ്റർ 2n 5m എന്ന ഫോമിലേക്ക് നമ്മൾ മാറ്റി അല്ലെ? അപ്പോൾ ഈ 5n എന്നിന്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടി? 3 കിട്ടി. എമ്മിന്റെ വാല്യൂ 0, കാരണം ഹോൾ നമ്പർ അല്ലേ? എന്നും എമ്മും എന്താണ്? ഹോൾ നമ്പർ ആണ്. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ടെർമിനേറ്റിംഗ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് അല്ലെ? ഇതുപോലെ അടുത്ത നോക്കിക്കേ, 13/25. അപ്പോൾ ഡിനോമിനേറ്ററെ നമുക്ക് ഈ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ 2ഉം 5ഉം പ്രൈം ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ 25നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 കൊണ്ട് പറ്റുമല്ലോ. 5 ഓക്കെ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ടെസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 125 കേട്ടോ. ഓക്കെ, നമുക്ക് 25 ആയാലും കുഴപ്പമില്ല. അപ്പോൾ നോക്കിക്കേ 1. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ എന്ത് ചെയ്യാം? 13/5 5⁻2 എന്നായി അല്ലേ? 5⁻2. നോക്കിക്കേ, ഇത് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയോ? ഇല്ല. 2n 5m. ഇവിടെ 2 മിസ്സിംഗ് ആണ് അല്ലെ? നമുക്ക് വേണമെങ്കിൽ ചെയ്യാലോ. എന്താണ്? 2⁻0 എന്ന് കൊടുത്താൽ ആ ഒരു 2ഉം 5ഉം പെയർ വന്നില്ലേ ഇവിടെ? 2⁻0 എന്ന് പറഞ്ഞ എന്താണ്? 2⁻0 ഏത് ഡിജിറ്റിന്റെ പവർ 0 വന്നാൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും അല്ലെ? ഇപ്പൊ നോക്കിക്കേ, ഇനി ഡിനോമിനേറ്റർ നമുക്ക് 2ഉം 5ഉം അതിന്റെ പെയർ ആയിട്ട് എഴുതാൻ പറ്റിയില്ലേ? അതുകൊണ്ട് ഈ റാഷണൽ നമ്പർ എന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് എന്താണ്? ടെർമിനേറ്റിംഗ്. നിങ്ങൾ എക്സാമിന് വരുമ്പോ ഇങ്ങനെയൊക്കെ എഴുതണം, ഈ തിയറം എഴുതണം. ഇങ്ങനെ ഡിനോമിനേറ്റർ ഈ ഒരു ഫോമിൽ വന്നതുകൊണ്ട് ഇതെന്താണ്? ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് അല്ലെ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 7/80. അപ്പോൾ ഡിനോമിനേറ്റർ എന്താണ് കിട്ടിയിരിക്കുന്നത്? 80. അപ്പോൾ 80 നമുക്ക് 2ഉം 5ഉം പ്രൈം നമ്പേഴ്സ് അല്ലേ? അപ്പൊ പ്രൈമിന്റെ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, 2 കൊണ്ട് പറ്റും അല്ലെ? അപ്പോൾ 40. 2 കൊണ്ട് പിന്നെ 2 10 2 5 5 1. നോക്കിക്കേ, അപ്പോൾ 2 എത്ര പ്രാവശ്യം കിട്ടി? 4. അപ്പൊ നോക്കിക്കേ, ഇതിനെ എങ്ങനെ എഴുതി? 7/2 അല്ലെ? 1 2 3 4 ഇൻറ്റു 5⁻1 എന്ന ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റി. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഡിനോമിനേറ്റർ 2ന്റെയും 5ന്റെ പെയർ ആയിട്ട് കിട്ടിയില്ലേ അല്ലെ? 2n ഇൻറ്റു 5m എന്ന ഫോമിലേക്ക് മാറ്റാൻ പറ്റി. അതുകൊണ്ട് ഈ റാഷണൽ നമ്പറും എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ, കണ്ടോ? നമുക്കപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാതെ 7 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാതെ നമുക്ക് പറയാൻ പറ്റിയത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നുള്ളത് അല്ലേ? അതാണ് ഈ തിയറം പറഞ്ഞിരിക്കുന്നത്. ഈ തിയറം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഓരോ എക്സസൈസിലും ഇല്ലേ, ഇറാഷണാലിറ്റി ആയാലും
മറ്റേ HCF കണ്ടുപിടിക്കാൻ, അതെല്ലാത്തിനകത്തും ഓരോ തിയറം ഉണ്ട്. ആ തിയറം എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1 ഡിവൈഡഡ് ബൈ 7. 7 എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്, ഒരു പ്രൈം നമ്പർ ആണ്. പിന്നെ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോക്കിക്കേ, 7നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താലും 7 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇതിനെ നമുക്ക് 1/7⁻1 ഇല്ലേ, പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ 7⁻1. ഇനി ഇതിനെ ഏത് രീതിയിൽ കൊണ്ടുവരണം? 2ന്റെയും 5ന്റെയും പെയർ ആയിട്ട് കൊണ്ടുവരണം. ഇവിടെ 2ന്റെയും 5ന്റെയും പെയർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഈ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പറയാം ഇതെന്താണ്, നോൺ ടെർമിനേറ്റഡ്. കാരണം ഡിനോമിനേറ്റർ 2ന്റെയും 5ന്റെയും പെയർ ആയിട്ട് കിട്ടിയിട്ടില്ല ഇവിടെ അല്ലേ. 2n 5m എന്ന ഫോമിലല്ല. അതുകൊണ്ട് നമുക്ക് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ക്ലാസിഫിക്കേഷനിലാണ് അല്ലേ. പക്ഷെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കേ, ഇവിടെ മിസ് ഇതുപോലെ നിങ്ങൾ ഇവിടെ 2⁻0 അല്ലെങ്കിൽ 5⁻0 എന്ന് കൊടുത്തില്ലേ, അതുപോലെ ഇവിടെയും 2⁻0 ഇൻറ്റു 5⁻0 എന്ന് കൊടുത്തുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. കൊടുത്തോളൂ. പക്ഷെ ആൻസർ എന്ത് തന്നെയാണ് കിട്ടുന്നത്? 1/7⁻1 എന്ന് പറഞ്ഞാൽ 7, 2⁻0 എന്ന് പറഞ്ഞാൽ 1, 5⁻0 എന്ന് പറഞ്ഞാൽ 1. അപ്പോഴും ആൻസർ എന്താണ്? 7 × 1 × 1 7 അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. പക്ഷേ ഇതിനകത്ത് 2ഉം 5ഉം മാത്രമേ വരാവുള്ളൂ അല്ലേ. ഇങ്ങനെ ആൻസർ കിട്ടുന്നെങ്കിൽ നോക്കിക്കേ, 2⁻0 5⁻0 എന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കൂടെ ഈ 2ഉം 5ഉം അല്ലാതെ വേറൊരു നമ്പർ കൂടി വന്നിരിക്കുന്നു. ഈ തിയറത്തിൽ എവിടെയെങ്കിലും 7⁻2 അല്ലെങ്കിൽ 7 എന്നുള്ള ഒരു ഫോം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 7 വേറൊരു നമ്പറും കൂടി വന്നിട്ടുണ്ട് എക്സ്ട്രാ അല്ലേ. അതുകൊണ്ട് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് അല്ലേ, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗിലാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇത് ടെർമിനേറ്റിംഗ് ആണോ അതോ ഈ ക്ലാസിഫിക്കേഷനിലാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇതിന്റെ വാല്യൂസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മളിപ്പം മുമ്പ് 3 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, നോക്കിക്കേ, നമുക്ക് എന്ത് കിട്ടും? 0 6 എത്ര കിട്ടും? 6 അല്ലല്ലോ, 4 6 കിട്ടും അല്ലേ. അപ്പോൾ 8×56 4 8×5 40. ഓക്കെ, അപ്പോൾ 0.375 എന്ന് കിട്ടി അല്ലേ. ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 0.375 എന്ന് കിട്ടി. പക്ഷെ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് ചെയ്തത് അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ രീതി എന്തായിരുന്നു? ഈ ഒരു തിയറം അപ്ലൈ ചെയ്ത് എന്തായിരുന്നു? ഇത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. ഇത് ഞാൻ മായ്ക്കുവാണേ. മനസ്സിലാവുന്നുണ്ടോ? ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ മറ്റേ ക്ലാസിഫിക്കേഷൻ എന്താ? നോൺ ടെർമിനേറ്റിംഗ് എന്ന രീതിയിൽ ആ ഫോമിലാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ 2n 5m ഫോമിലാണോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ 8ന് നമ്മൾ എങ്ങനെ എഴുതും? 3 ഡിവൈഡഡ് ബൈ 8 = 3 ഡിവൈഡഡ് ബൈ 2ന് നമുക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടിയായിരുന്നു? 2⁻3 എന്ന് കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? 5 മിസ്സിങ്. അപ്പൊ 5 × 5⁻0 എന്ന് കൊടുത്ത്, അപ്പൊ 2ന്റെയും 5ന്റെ പെയർ ആയിട്ട് വന്നുകൊണ്ട് ഇത് ടെർമിനേറ്റിംഗ് ആണ്. അങ്ങനെ നമുക്ക് ജസ്റ്റ് അങ്ങ് പോവാം. പക്ഷെ ഇതിന്റെ വാല്യൂ, കറക്റ്റ് വാല്യൂ നമുക്കിപ്പോ ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോ എന്ത് കിട്ടിയായിരുന്നു? 0.375 എന്ന് കിട്ടിയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എക്സാക്ട് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നോൺ ടെർമിനേറ്റിംഗിന് കിട്ടുമോ? ഇല്ല. പക്ഷെ ഇവിടെ ടെർമിനേറ്റിംഗിന്റെ കാര്യത്തിൽ നമുക്ക് അതിനൊരു എക്സാക്ട് വാല്യൂ കിട്ടും. എങ്ങനെയാണത് നോക്കിക്കേ. ഇവിടെ നമ്മൾ 5⁻0 എന്ന് എടുത്ത് അത് ടെർമിനേറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നോക്കിക്കേ, ഈ ഡിനോമിനേറ്റർ ഇല്ലേ, 8ന് പകരം 2⁻3 എന്ന് എഴുതി അല്ലേ. പ്രൈം ഫാക്ടറൈസ് ചെയ്ത് 2⁻3 എന്ന് എഴുതി. ഇനി നമ്മളിവിടെ 5, അതിന്റെ പെയർ എന്തായിരുന്നു? 2ഉം 5ന്റെയും പെയർ ആയിട്ട് വരണ്ടേ. അപ്പോൾ ഈ 5 എഴുതുമ്പോൾ ഇതിന്റെ പവർ എന്താണോ ആ സെയിം പവർ വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ ഇവിടെ വാല്യൂവിന് വ്യത്യാസം വന്നില്ല, കാരണം നമ്മൾ ഡിനോമിനേറ്റർ 5⁻3 എഴുതി.
അപ്പോൾ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി അതും മുകളിലും, അതായത് നോമിനേറ്ററിലും മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ വെട്ടിപ്പോയാലും ഈ ആൻസർ തന്നെയല്ലേ. നോക്ക്, അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിൻ്റെ അടുത്ത പെയർ, അതായത് 2 ആ കിട്ടുന്നതെങ്കിൽ 5നെ ഈ 2ന്റെ പെയറായിട്ട് അല്ലേ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. നോക്കിക്കേ, 2 × 5 ഇതെന്തിനിങ്ങനെ കൊണ്ടുവരുന്നതെന്നറിയോ? നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യ 1675 ഡിവൈഡഡ് ബൈ 10 പെട്ടെന്നല്ലേ, എത്ര 0 ഉണ്ട്? 1. അപ്പൊ ആൻസർ എന്ത് കിട്ടും? ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് മാറി ഇല്ലേ, ഒരു 0 ഉണ്ട്, ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് മാറി ഡെസിമൽ പോയിന്റ് കൊടുക്കുക പെട്ടെന്ന് അല്ലേ. ഇപ്പൊ 100 ആയിരുന്നെങ്കിൽ 1 2 ഡിജിറ്റ് മാറി പോയിന്റ് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ 10 100 1000 10,000 എന്ന ഫോമുല ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാതെ കിട്ടും. അപ്പൊ 2 × 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 5 എന്ന് പറഞ്ഞാൽ 10 അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എന്ത് എഴുതാം? 3 × 5⁻3. 5⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125 അല്ലേ. ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്? 10⁻3 അല്ലേ. 10⁻3 എന്ന് പറഞ്ഞാൽ 1000. ഓക്കെ, നമ്മളിവിടെ ഡിവിഷൻ ചെയ്തോ? ഇല്ല. നോക്കിക്കേ, 125നെ 3 പ്രാവശ്യം എത്രയാണ്? 375. അപ്പൊ 375 ഡിവൈഡഡ് ബൈ 1000. ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നെങ്കിൽ പോയിന്റ് 375 എന്ന് എഴുതാം. അല്ലെങ്കിൽ നോക്കിക്കേ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് 375 എഴുതി ഡിവൈഡഡ് ബൈ 1000. 1000 എങ്ങനെ കിട്ടി? 2⁻3 5⁻3. അപ്പൊ 2ഉം 5ഉം കൂടെ 10 10⁻3 അല്ലേ 1000. 3 0 ഉണ്ട് അല്ലേ. അപ്പൊ ആൻസർ എങ്ങനെ എഴുതും? ഇവിടെ നിന്നും ലെഫ്റ്റിലോട്ട് 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ 1 2 3. അപ്പോൾ എങ്ങനെ കിട്ടും അല്ലേ? 1 2 3 3 സ്ഥാനം മാറ്റി, 3 0 ഉള്ളത് കൊണ്ട് 3 സ്ഥാനം മാറ്റി ഇപ്പുറത്ത് കുത്തിട്ടു. അപ്പോൾ തുടക്കം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0 എന്ന് കൊടുക്കാം. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ സെയിം വാല്യൂ കിട്ടിയത് കണ്ടോ? അപ്പോൾ നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് നോക്കിയാണോ ഇത് എഴുതിയത്? അല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, ആ വാല്യൂ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി എന്താണ് നമ്മൾ ഈ ഡിനോമിനേറ്റർ 2 5 ആ പെയറായിട്ട് എഴുതണം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ നമ്മൾ എഴുതിയപ്പോൾ 2³ ആയിരുന്നു അല്ലേ. അപ്പോൾ 5 മിസ്സിംഗ് ആണ്. അപ്പോൾ 2ഉം 5ഉം ക്യൂവിന് ഏത് ഫോമിൽ എഴുതേണ്ടത്? 2n 5m എന്ന ഫോമിൽ എഴുതിയാലല്ലേ അത് റിപ്പീറ്റിംഗ് റാഷണൽ നമ്പർ ആവത്തുള്ളൂ. റിപ്പീറ്റിംഗ് അല്ല, ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആവത്തുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 2³ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ 5 മിസ്സിംഗ് ആണ്. 5നെ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ എക്സാക്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ പവർ തന്നെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ മാത്രം കൊടുത്ത് അത് വാല്യൂവിന് ചേഞ്ച് ആവും. അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിലും ആ സെയിം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഇത് നമ്മൾ വെട്ടിപ്പോയാലും സെയിം ഇത് തന്നെയാണ്. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മളെ ആൻസർ ഇവിടെ 375 കിട്ടി മൾട്ടിപ്പിൾ ചെയ്ത് അല്ലേ. താഴെ എന്ത് കിട്ടും? 2ഉം 5ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 10 10⁻3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരെണ്ണം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. 13/25 അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതിയായിരുന്നു? 13/25 എന്ന് പറഞ്ഞാൽ 5² ആണ് അല്ലേ. 5². അപ്പോൾ നോക്കിക്കേ, ഇവിടെ 2 മിസ്സിംഗ് അല്ലേ. നമുക്ക് ക്യൂ ഏത് ഫോമിൽ വേണം? 2n 5m എന്നുള്ള ഫോമിൽ വേണം. അപ്പോൾ നോക്കിക്കേ, ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ 2 അല്ലേ മിസ്സിങ്, 5 ഉണ്ട്, 2 മിസ്സിംഗ് ആണ്. അപ്പൊ 2 ഇവിടെ പവർ എന്താണ്? 2. ഓക്കെ, നിങ്ങൾക്ക് ടെസ്റ്റിൽ 125 എന്തായാലും നമ്മൾ മനസ്സിലാക്കിയാൽ പോരെ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി 2². ഓക്കെ, എന്നിട്ട് നോക്കിക്കേ, നമുക്ക് ഇവിടെ താഴെ എന്ത് കിട്ടും? 5 × 2 10² എന്ന് പറഞ്ഞാൽ 100 അല്ലേ. ഈ മേലിലോ 13 × 2² എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 52 എന്ന് കിട്ടും. അപ്പോൾ ആൻസറോ 2 0 വന്നിട്ടുണ്ട് അല്ലേ, 2 0 വന്നിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടണം. ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ നോക്കിക്കേ, 2 0. അപ്പം 1 2 കഴിഞ്ഞ് ഒരു ഡെസിമൽ പോയിന്റ് സ്റ്റാർട്ടിങ് ആയ വേണ്ടി ഇവിടെ ഒരു 0 കൊടുക്കാം. അടുത്ത മൂന്നാമത്തെ നോക്കിക്കേ, 7/80 അല്ലേ. നമ്മൾ 80യെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയായിരുന്നു? 2⁴ × 5⁻1 നേരത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ നോക്കിക്കേ, 2⁴
ഇത് ഈ ഒരു ഫോമിൽ തന്നെ വന്നു. q is equal to 2 raised to n into 5 raised to m എന്നുള്ള ഫോം തന്നെയാണ്. 2ഉം 5ഉം വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പവർ സെയിം ആണോ? ഇവിടെ 4 ഇവിടെ 1 അല്ലെ? പവർ സെയിം ആക്കിയാൽ മാത്രമേ, നോക്കി ഇവിടെയൊക്കെ നോക്കിക്കേ, പവർ സെയിം ആക്കിയാൽ മാത്രമല്ലേ നമുക്ക് 5 into 2 10 raised to 2, ഇവിടെയും 10 raised to 3 അല്ലെ? പവർ സെയിം ആക്കണം. അപ്പോൾ ഇതിന്റെ പവർ നമുക്ക് എങ്ങനെ സെയിം ആക്കാം? ഇവിടെ 1 അല്ലേ, 1നെ എത്ര ചെയ്താലും 4 കിട്ടുന്നത് 3 പ്രാവശ്യം. അപ്പൊ 5 raised to 3 എന്ന് എഴുതാം അല്ലേ? വാല്യൂവിന് വ്യത്യാസം, നമ്മൾ താഴെ എന്ത് ചേഞ്ച് വരുന്നോ ആ ചേഞ്ച് എല്ലാം നമ്മൾ മേളിൽ ന്യൂമിനേറ്ററിലും ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂവിന് വ്യത്യാസം വരും. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്ട്രാ ചെയ്താൽ ഇങ്ങനെ ഈ ഒരു ഫോമിനെ നമ്മൾ ഇങ്ങനെയായിട്ട് നമുക്ക് കിട്ടിയിരുന്നു. 80 പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഇത്രയും കിട്ടി. പക്ഷെ എക്സ്ട്രാ നമ്മൾ ചെയ്ത ചേഞ്ചിങ് എന്താണ്? 5 raised to 3 എഴുതി അല്ലേ? കാരണം ഈ 5ന്റെ പവർ സെയിം ആക്കാൻ വേണ്ടി 2 ആയിട്ട്. അപ്പോൾ നമ്മൾ ചേഞ്ച് വരുത്തിയ കാര്യം തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ന്യൂമിനേറ്ററിലും ചെയ്തിരിക്കണം. എന്നാലല്ലേ ഇത് തമ്മിൽ വെട്ടിപ്പോയി വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതിപ്പോ നമുക്ക് എന്ത് കിട്ടും? 7 into 5 raised to 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര കിട്ടും? 2 raised to 4 into 5 raised to a raised to m into a raised to n ഫോമിലല്ലേ കിടക്കുന്നത്? a raised to m into a raised to n, അതായത് a raised to m plus n. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 plus 3 4. നോക്കിയേ, പവർ സെയിം ആയില്ലേ? അപ്പോൾ 7 into 125 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 875 എന്ന് കിട്ടും അല്ലേ? ഡിവൈഡഡ് ബൈ 10 raised to 4 എന്ന് കിട്ടും. നോക്കിക്കേ, 10 raised to 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 അല്ലേ? 10,000 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ എത്ര കിട്ടും? നമ്മൾ ന്യൂമിനേറ്റർ അതുപോലെ എഴുതുക. ഇനി ഡിനോമിനേറ്റർ എത്ര സീറോ ഉണ്ട്? 1 2 3 4 സീറോസ് ഉണ്ട്. അപ്പോൾ 4 സ്ഥാനം മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് കൊടുക്കണം. 1 2 3 4 സ്ഥാനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു 0 കൊടുത്തിട്ട് ഡെസിമൽ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് 0 പോയിന്റ് എന്ന് എഴുതാം. ഓക്കെ, ഒരു നമ്പർ സ്റ്റാർട്ട് വിത്ത് ഇങ്ങനെ ആണെങ്കിൽ, പോയിന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് 0 ഒന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു തിയറം ആയിരുന്നു അല്ലേ? അതായത് ഒരു റാഷണൽ നമ്പർ തന്നാൽ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാതെ നമുക്ക് പറയാൻ പറ്റും അത് ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ എന്താണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണോ എന്ന് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ആ തിയറം അപ്ലൈ ചെയ്യണം. തിയറം എന്തായിരുന്നു? p/q എന്നത് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ ആ റാഷണൽ നമ്പറിന്റെ ഡിനോമിനേറ്റർ ക്യൂവിനെ നമുക്ക് ഏത് ഫോമിലേക്ക് എഴുതാൻ പറ്റും? 2 raised to n 5 raised to m എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് വാല്യൂ ആയിരിക്കും. ഇനി ക്യൂ ആ ഫോമിലോട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്നുള്ള ആ ഒരു ഫോമിലേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ വാല്യൂ, ഈ തന്നിരിക്കുന്ന റാഷണൽ നമ്പറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിനെ 2ഉം 5ഉം പ്രൈം നമ്പേഴ്സ് അല്ലേ? അപ്പൊ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഏതെങ്കിലും ഒന്നോ കിട്ടും അല്ലെങ്കിൽ രണ്ടും കിട്ടും. അപ്പോൾ അതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഇതിന്റെ പവർ, ഈ തന്നിരിക്കുന്ന 2ഉം 5ന്റെയും പവർ സെയിം ആക്കണം. സെയിം ആക്കുമ്പോൾ നമ്മൾ ചേഞ്ച് വരുത്തുന്ന കാര്യം ന്യൂമിനേറ്ററിലും ചേഞ്ച് വരുത്തണം. അതിന്റെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? 2 into 5 10 raised to ഈ പവർ എന്താണ്? 3 അല്ലേ? അപ്പൊ 10 raised to 3 അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ അതിന്റെ സൊല്യൂഷൻസ് എക്സസൈസ് 1.4 സൊല്യൂഷൻ. ഓക്കെ.